ബുള്ളറ്റിനെതിരെ ബുള്ളറ്റിൽ എന്ന മുദ്രാവാക്യവുമായി ചലോ LOC യാത്രാ സംഘം പഠാൻകോട്ട് കാര്യാലയത്തിലെത്തി. യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന R രാമാനന്ദനും മറ്റ് അംഗങ്ങളും തത്സമയം ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ രാമാനന്ദൻ. ബുള്ളറ്റിനെതിരെ ബുള്ളറ്റിലുള്ള യാത്ര, അത് ആ യാത്ര സുഖകരമായി തുടരുകയാണല്ലോ. നിരവധി വെല്ലുവിളികളും കാലാവസ്ഥാപരമായ നിരവധി പ്രശ്നങ്ങളുമൊക്കെ തരണം ചെയ്താണ് ബുള്ളറ്റിലുള്ള ഈ യാത്ര നിങ്ങൾ പിന്തുടരുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തീവ്രവാദികളുടെ വലിയ ആക്രമണങ്ങൾ നേരിട്ട മണ്ണിലൂടെയൊക്കെ തന്നെ അവർക്കെതിരായ സന്ദേശം രാജ്യത്തൊന്നാകെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ യാത്ര ഇപ്പോൾ പഠാൻകോട്ടിൽ എത്തി നിൽക്കുന്നു. എന്താണ് യാത്രയുടെ ഏറ്റവും പുതിയ വിശേഷം ശ്രീ രാമാനന്ദൻ? ഞങ്ങൾ ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് 498 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പൊ പഠാൻകോട്ടിലാണുള്ളത്. പഠാൻകോട്ട് അറിയാമല്ലോ. പഠാൻകോട്ട് ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഭീകരവാദികളുടെ ഒരു ടാർഗറ്റ് ആയിരുന്ന സ്ഥലമാണ്. അവിടെ സംഘകാര്യാലയത്തിലാണ് ഇന്നത്തെ താമസം. വളരെ ചലഞ്ചിങ് ആണ് യാത്ര. കാര്യം പഠാൻകോട്ടിലേക്ക് അടുക്കുമ്പോൾ ഇവിടുത്തെ ചൂട് 50 ഡിഗ്രിയാണ്. ഏതാണ്ട് 49 ഡിഗ്രിയോളം വരുന്നു. 48-49 ഡിഗ്രിയോളം വരുന്നു. ബൈക്കിൽ കറുത്ത വസ്ത്രം ഇട്ട് ഉള്ള യാത്ര എന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഒരു വളരെ ഹാർഷ് വെതർ കണ്ടീഷനിലൂടെയാണ് 2 ദിവസമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:30 മണിക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇവിടെ ഒരു 12:30-1 മണിയാകുമ്പോഴേക്ക് ഒരു ബാച്ച് എത്തി. ബാക്കിയുള്ള ആളുകൾ ഏതാണ്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് എത്തിച്ചേർന്നു. കൂടുതലുള്ള ഒരാൾക്ക് ഈ ചൂട് കാരണം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം കാര്യമായി ശ്രദ്ധിച്ച് ആണ് പോകുന്നത്. എന്നാൽ പോലും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം ഇത്രയും യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആളുകളുണ്ട്, ഇത്രയും ഹാർഷ് വെതർ കണ്ടീഷനിലേക്ക് എക്സ്പോസ്ഡ് ആവാത്ത ആളുകളുണ്ട്. അതിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും എല്ലാവരും ഒരേ മനസ്സോടെ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ പോലും അവരൊക്കെ ചോദിക്കുന്നത് നമ്മുടെ പട്ടാളക്കാർ എത്രയും ഹാർഷ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത് എന്നാണ്. അതൊക്കെ കാണിക്കുന്നത് ഒരു വലിയ എന്താ പറയാ, ഒരു ആത്മാഭിമാനമുള്ള ഒരു ഭാരതീയന്റെ ശബ്ദം അതിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ പോലും ആരോഗ്യം വളരെ പാരമൗണ്ട് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാളെ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ജമ്മുവിലേക്ക് യാത്ര ചെയ്യും. ജമ്മു, ഉധംപൂർ, അതിനുശേഷം ഞങ്ങൾ ശ്രീനഗറിലെത്തും. നൈറ്റ് ശ്രീനഗറിലാണ് സ്റ്റേ. നാളെ ജമ്മുവിൽ വലിയ സ്വീകരണ പരിപാടികളൊക്കെ ഉണ്ട്. ഉധംപൂരിലും ഈ പറഞ്ഞ പോലെ വലിയ സ്വീകരണ പരിപാടികളുണ്ട്. ശ്രീനഗറിൽ ഞങ്ങളൊരു തിരങ്ക റാലി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലാൽ ചൗക്കില് തിരങ്ക ജണ്ട കൊണ്ടുപോകണം, ഉയർത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതുവരെയുള്ള പ്ലാനുകൾ. ശ്രീ രാമാനന്ദ, കാലടിയിൽ നിന്നും ശ്രീ ശങ്കരന്റെ മണ്ണിൽ നിന്നുമാണ് ഈ യാത്ര ആരംഭിച്ചത്. നമ്മുടെ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകുന്നു. നമ്മുടെ ഭാരതീയരായ സഹോദരന്മാർ അവർ ഈ യാത്രയെ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്? അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വിവിധ സ്ഥലങ്ങളിലുള്ള അവരുടെ ഒരു സന്തോഷം, സ്നേഹം, അതൊക്കെ അനുഭവപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ കൂടി ശ്രീ രാമാനന്ദ്. വളരെ നല്ല സ്വീകരണമാണ്. എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് വലിയ സ്വീകരണമാണ്. ഹുസൂർ മുതൽ, അതായത് പറയുകയാണെങ്കിൽ പാലക്കാട് മുതൽ വലിയ സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും ആളുകൾ വലിയ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ വലിയ ഒരുക്കങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മലയാളികളായതുകൊണ്ട് പഠാൻകോട്ടില് ചോറും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംഘകാര്യാലയത്തില്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും വീട് പോലെ തോന്നുന്നു എന്നുള്ളതൊരു വലിയ കാര്യമല്ല. ഞങ്ങൾക്കാർക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പോലത്തെ ഒരു ഹോം സിക്നസ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ സത്യം. വളരെയധികം സന്തോഷം ശ്രീ രാമാനന്ദ്. സമ്പൂർണ്ണ ആരോഗ്യം ഒക്കെ ശ്രദ്ധിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിച്ച് ഈ യാത്ര സമ്പൂർണ്ണ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദിവസവും ജനം ടിവിക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഈ യാത്രാ സംഘം ഉണ്ട് എന്നുള്ളത് ഞങ്ങളെയും ഏറെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഈ ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റിലുള്ള യാത്ര തുടരട്ടെ, അത് വിജയകരമായി പൂർത്തിയാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. നാളെയും വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരണം. യാത്രാ സംഘത്തിന് എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ശ്രീ രാമാനന്ദ്.